ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. SCERT 6ാം ക്ലാസ് ബേസിക് സയൻസിലെ 1 മുതൽ 5 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ പാഠഭാഗം ജീവന്റെ ചെപ്പുകൾ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിസൂക്ഷ്മ ഘടകങ്ങളാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിസൂക്ഷ്മ ഘടകങ്ങളാണ് കോശങ്ങൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം എന്നാണ്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്ന പേര് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ഒരുമിച്ച് അറിയപ്പെടുന്ന പേര് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്ന പേര് കോശദ്രവ്യം. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് കോശഭിത്തി, ഹരിതകണം എന്നിവ. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് കോശഭിത്തിയും ഹരിതകണവും. രണ്ടാമത്തെ പാഠഭാഗം മാറ്റത്തിന്റെ പൊരുൾ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജം. പ്രകാശ സംശ്ലേഷണ സമയത്തു നടക്കുന്ന ഊർജമാറ്റം പ്രകാശോർജം രാസോർജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജമാറ്റം പ്രകാശോർജം രാസോർജമായി മാറുന്നു. ബൾബ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. ഫാൻ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഫാൻ പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഐസ് താപോർജം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. ഐസ് താപോർജം സ്വീകരിക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. ജലം താപോർജം സ്വീകരിക്കുമ്പോൾ വാതകാവസ്ഥയിലുള്ള നീരാവിയായി മാറുന്നു. ജലം താപോർജം സ്വീകരിക്കുമ്പോൾ വാതകാവസ്ഥയിലുള്ള നീരാവിയായി മാറുന്നു. നീരാവി താപോർജം നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം
ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. നീരാവി താപോർജം നഷ്ടപ്പെടുത്തിയാൽ ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. ജലം താപോർജം നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഖരാവസ്ഥയിലുള്ള ഐസായി മാറുന്നു. ജലം താപോർജം നഷ്ടപ്പെടുത്തിയാൽ ഖരാവസ്ഥയിലുള്ള ഐസായി മാറുന്നു. ഒരു വസ്തുവിന്റെ അവസ്ഥ, ആകൃതി, വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. ഒരു വസ്തുവിന്റെ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റം സംഭവിക്കുന്നത് വഴി പുതിയ വസ്തുക്കളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ്. രാസമാറ്റം ഒരു സ്ഥിരമാറ്റമാണ്. രാസമാറ്റം വഴി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഭൗതിക മാറ്റം സംഭവിക്കുന്നത് വഴി പുതിയ വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ രാസമാറ്റം സംഭവിക്കുന്നത് വഴി പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നു. നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതേ താപനിലയിലുള്ള തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ മാരകമാകാൻ കാരണം നീരാവിക്ക് ജലത്തേക്കാൾ ലീനതാപം കൂടുതലായതിനാൽ. നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതേ താപനിലയിലുള്ള തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ മാരകമാകാൻ കാരണം നീരാവിക്ക് ജലത്തേക്കാൾ ലീനതാപം കൂടുതലായതിനാൽ. അടുത്ത പാഠഭാഗം പൂവിൽ നിന്ന് പൂവിലേക്ക്. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കൾ. സസ്യങ്ങളുടെ ലൈംഗിക അവയവങ്ങളാണ് പൂക്കൾ. പൂവിലെ ആൺ ലൈംഗിക അവയവമാണ് കേസരപുടം അഥവാ ആൻഡ്രീഷ്യം. സസ്യങ്ങളിൽ പുംബീജം കാണപ്പെടുന്നത് എവിടെയാണ്? കേസരപുടത്തിലെ പരാഗിയിലെ പരാഗരേണുക്കളിൽ. സസ്യങ്ങളിൽ പുംബീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലെ പരാഗരേണുക്കളിലാണ്. പരാഗിയും തന്തുകവും ചേരുന്നതാണ് കേസരപുടം. പൂവിലെ പെൺ ലൈംഗിക അവയവമാണ് ജനിപുടം അഥവാ ഗൈനീഷ്യം. പരാഗണ സ്ഥലം, അണ്ഡാശയം, ജനിതണ്ട് എന്നിവ ചേരുന്നതാണ് ജനിപുടം. പൂക്കളിൽ അണ്ഡം കാണപ്പെടുന്നത് എവിടെയാണ്? അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്ത്. ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ദ്വിലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ദ്വിലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ശംഖുപുഷ്പം, അരളി എന്നിവയൊക്കെ. ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുകയാണെങ്കിൽ അത്തരം പുഷ്പങ്ങളാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ശംഖുപുഷ്പം, അരളി എന്നിവയൊക്കെ ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കേസരപുടവും ജനിപുടവും വെവ്വേറെ പുഷ്പങ്ങളിൽ കാണപ്പെടുന്നുവെങ്കിൽ അത്തരം പുഷ്പങ്ങളെ പറയുന്ന പേരാണ് ഏകലിംഗ പുഷ്പങ്ങൾ അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. കേസരപുടവും ജനിപുടവും
വെവ്വേറെ പുഷ്പങ്ങളിൽ കാണപ്പെടുന്നുവെങ്കിൽ അത്തരം പുഷ്പങ്ങളാണ് ഏകലിംഗ പുഷ്പങ്ങൾ അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മത്തൻ, പാവൽ എന്നിവ. കേസരപുടം മാത്രമുള്ള പൂക്കളാണ് ആൺപൂക്കൾ. കേസരപുടം മാത്രമുള്ള പൂക്കളാണ് ആൺപൂക്കൾ. ജനിപുടം മാത്രമുള്ള പൂക്കളാണ് പെൺപൂക്കൾ. ജനിപുടം മാത്രമുള്ള പൂക്കളാണ് പെൺപൂക്കൾ. ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മത്തൻ, പാവൽ, വെള്ളരി, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് എന്നിവ. ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മത്തൻ, പാവൽ, വെള്ളരി, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് എന്നിവ. ആൺമരവും പെൺമരവും കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കുടംപുളി, കുടപ്പന, ജാതി എന്നിവ. ആൺമരവും പെൺമരവും കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കുടംപുളി, കുടപ്പന, ജാതി എന്നിവ. പുംബീജം അണ്ഡാശയത്തിൽ കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. പുംബീജം അണ്ഡാശയത്തിൽ കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തുന്ന പ്രവർത്തനമാണ് പരാഗണം അഥവാ പോളിനേഷൻ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തുന്ന പ്രവർത്തനമാണ് പരാഗണം അഥവാ പോളിനേഷൻ. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജന്റ്സ്. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജന്റ്സ്. ചേന, ചേമ്പ് എന്നിവയെ പരാഗണത്തിന് സഹായിക്കുന്നത് ഈച്ചയാണ്. ചേന, ചേമ്പ് എന്നിവയെ പരാഗണത്തിന് സഹായിക്കുന്നത് ഈച്ചകളാണ്. കാറ്റുവഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നെല്ല്, കരിമ്പ്, ഗോതമ്പ്, ചോളം എന്നിവ. കാറ്റുവഴി പരാഗണം നടക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നെല്ല്, കരിമ്പ്, ഗോതമ്പ്, ചോളം എന്നിവ. കുരുമുളക് ചെടിയെ പരാഗണത്തിന് സഹായിക്കുന്ന പരാഗണകാരിയാണ് ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളി. കുരുമുളക് ചെടിയെ പരാഗണത്തിന് സഹായിക്കുന്ന പരാഗണകാരിയാണ് ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളി. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. സ്വയം പരാഗണം സാധ്യമല്ലാത്ത ഒരു സുഗന്ധവ്യഞ്ജനമാണ് വാനില. സ്വയം പരാഗണം സാധ്യമല്ലാത്ത ഒരു സുഗന്ധവ്യഞ്ജനമാണ് വാനില. മെക്സിക്കൻ കാടുകളിൽ കാണപ്പെടുന്ന വാനിലയെ പരാഗണത്തിന് സഹായിക്കുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. മെക്സിക്കൻ കാടുകളിൽ കാണപ്പെടുന്ന വാനിലയെ പരാഗണത്തിന് സഹായിക്കുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് വാനിലയെ പരാഗണത്തിന് സഹായിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരാറുണ്ട്. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ തന്നെ പരാഗണ സ്ഥലത്തോ ആ ചെടിയിലെ മറ്റു പൂക്കളുടെ പരാഗണ സ്ഥലത്തോ പതിച്ച് പരാഗണം നടക്കുകയാണെങ്കിൽ അത്തരം പരാഗണമാണ് സ്വപരാഗണം. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ തന്നെ പരാഗണ സ്ഥലത്തോ ആ ചെടിയിലെ മറ്റു പൂക്കളുടെ പരാഗണ സ്ഥലത്തോ പതിച്ച് പരാഗണം നടക്കുകയാണെങ്കിൽ അത്തരം പരാഗണം അറിയപ്പെടുന്ന പേരാണ് സ്വപരാഗണം. ഒരു പൂവിലെ പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിച്ച് പരാഗണം നടക്കുന്നതാണ് പരപരാഗണം. ഒരു പൂവിലെ പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിച്ച് പരാഗണം നടക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്
പരപരാഗണം. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളാണ് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളാണ് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ്. ലഘുഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മാമ്പഴം, തക്കാളി എന്നിവ. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ് എന്നിവയൊക്കെ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു പൊതു ആവരണത്തിനകത്ത് ഒത്തിരി ചെറുഫലങ്ങൾ ഒരുമിച്ച് ഒരു ഫലമായി കാണപ്പെടുന്നു എങ്കിൽ അത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. ഒരു പൊതു ആവരണത്തിനകത്ത് ഒത്തിരി ചെറുഫലങ്ങൾ ഒരുമിച്ച് ഒരു ഫലമായി കാണപ്പെടുന്നു എങ്കിൽ അത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചക്ക, കൈതച്ചക്ക എന്നിവ. ബീജസങ്കലനത്തിനു ശേഷം അണ്ഡാശയം വളർന്ന് ഫലമാകുന്നതിന് പകരം പൂഞ്ഞെട്ട്, പുഷ്പാസനം മുതലായ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയായാൽ അതിനെ വിളിക്കുന്ന പേരാണ് കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട്സ്. ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നാണ് സാധാരണ ഫലമാകുന്നത്. എന്നാൽ ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം മുതലായ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയായാൽ അതിനെ വിളിക്കുന്ന പേരാണ് കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട്സ്. കപടഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കശുമാങ്ങ, ആപ്പിൾ എന്നിവയൊക്കെ. അടുത്ത പാഠഭാഗം ചലനത്തിനൊപ്പം. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എത്രയാണ്? മണിക്കൂറിൽ 1667 കിലോമീറ്റർ. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എത്രയാണ്? മണിക്കൂറിൽ 1667 കിലോമീറ്റർ. ഭൂമി സൂര്യനെ ചുറ്റുന്നത് എത്ര വേഗതയിലാണ്? മണിക്കൂറിൽ 1,06,000 കിലോമീറ്റർ വേഗതയിൽ. ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ 1,06,000 കിലോമീറ്റർ വേഗതയിലാണ്. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ. മാമ്പഴം ഞെട്ടേറ്റ് വീഴുന്നതും ലിഫ്റ്റ് ഉയരുന്നതും ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? നേർരേഖാ ചലനത്തിന്. മാമ്പഴം ഞെട്ടേറ്റ് വീഴുന്നതും ലിഫ്റ്റ് ഉയരുന്നതും ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? നേർരേഖാ ചലനത്തിന്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. പമ്പരം കറങ്ങുന്നത് ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഭ്രമണം. പമ്പരം കറങ്ങുന്നത് ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ. വൃത്താകാര പാതയിലൂടെ ഉള്ള ചലനമാണ് വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് ഏത് തരം ചലനമാണ്? വർത്തുള ചലനം. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ ഉദാഹരണമാണ് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അഥവാ ഓസിലേഷൻ. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ് ഊഞ്ഞാലിന്റെ ചലനം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം എന്നിവ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്ന പേരാണ്
കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. ചലന വേഗതയും ദിശയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉള്ള യന്ത്രഭാഗങ്ങളാണ് പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ്. ചലനവേഗതയും ദിശയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പല്ലുകളുള്ള യന്ത്രഭാഗങ്ങളാണ് പൽചക്രങ്ങൾ അഥവാ ഗിയേഴ്സ്. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ചലനവേഗത കുറയുന്നു. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗത കുറയുന്നു. വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുകയാണെങ്കിൽ ചലനവേഗത കൂടുന്നു. വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗത കൂടുന്നു. അടുത്ത പാഠഭാഗം ആഹാരം ആരോഗ്യത്തിന്. ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ. ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ. ധാന്യകത്തിന്റെ മുഖ്യധർമ്മം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ്. ധാന്യകത്തിന്റെ മുഖ്യധർമ്മം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ്. ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ. ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ. ധാന്യകമടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ. ധാന്യകമടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല നിറം. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല നിറം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ. ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് എത്ര പ്രോട്ടീനാണ് ഓരോ ദിവസവും ഭക്ഷണത്തിൽ ഉണ്ടാകേണ്ടത്? ഓരോ കിലോഗ്രാമിനും 1 ഗ്രാം എന്ന അളവിൽ. ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് എത്ര പ്രോട്ടീനാണ് ഓരോ ദിവസവും ഭക്ഷണത്തിൽ ഉണ്ടാകേണ്ടത്? ഓരോ കിലോഗ്രാമിനും 1 ഗ്രാം എന്ന അളവിൽ. ഒരാളുടെ ശരീരഭാരം 50 കിലോയാണെങ്കിൽ അയാൾ ഓരോ ദിവസവും 50 ഗ്രാം പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. പ്രോട്ടീൻ കുറയുന്നത് എന്തിന് കാരണമാകുന്നു? വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. ചില വിറ്റാമിനുകൾ ശരീരത്തിന് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകം കൊഴുപ്പ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രം ലയിക്കുന്നവയാണ്. അവ ശരീരത്തിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ചെറിയ അളവിൽ ഉൾപ്പെടുത്തണം.
ധാന്യകങ്ങളെ പോലെ തന്നെ ഊർജം പ്രദാനം ചെയ്യുന്ന ഘടകമാണ് കൊഴുപ്പ്. ധാന്യകങ്ങളെ പോലെ തന്നെ ഊർജം പ്രദാനം ചെയ്യുന്ന ഘടകമാണ് കൊഴുപ്പ്. പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്യുന്നത്? 295 ഗ്രാം. പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്യുന്നത്? 295 ഗ്രാം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ധാന്യകങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. പ്രധാനമായിട്ടും ധാന്യകങ്ങളുടെ തവിടിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വിറ്റാമിൻ ബി ആണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. പുളിരുചിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പുളിരുചിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ സ്രോതസ്സുകളാണ് ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവ. വിറ്റാമിൻ എയുടെ സ്രോതസ്സുകളാണ് ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീരണം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീരണം എന്നിവയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. സസ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. സസ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് പോഷക അപര്യാപ്തതാ രോഗങ്ങൾ. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് പോഷക അപര്യാപ്തതാ രോഗങ്ങൾ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു സോഡിയമാണ്.
തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ധാതുവാണ് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ധാതു അയഡിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണങ്ങളാണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണങ്ങളാണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു നേത്രരോഗമാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു നേത്രരോഗമാണ് നിശാന്തത. നിശാന്തതയുടെ ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. നിശാന്തതയുടെ ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകില്ല എന്നതാണ് നിശാന്തതയുടെ ലക്ഷണം. വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബിയുടെ. വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബിയുടെ. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. സ്കർവിയുടെ ലക്ഷണം മോണയിൽ പഴുപ്പും രക്തസ്രാവവും. സ്കർവിയുടെ ലക്ഷണം മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അയഡിന്റെ കുറവ് മൂലം തൊണ്ടയിൽ മുഴ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അയഡിന്റെ കുറവ് മൂലം തൊണ്ടയിൽ മുഴ ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാര്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാര്. ശരീരത്തിന് അത്യാവശ്യമായി ലഭിക്കേണ്ട പോഷകേതര ഘടകങ്ങളാണ് ജലവും നാരുകളും. ശരീരത്തിന് അത്യാവശ്യമായി ലഭിക്കേണ്ട പോഷകേതര ഘടകങ്ങളാണ് ജലം, നാരുകൾ എന്നിവ. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം.